Hello friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ഒരു ഡെസേർട്ട് ആണ് ചെയ്തു കാണിക്കുന്നത്. ഒരു ഹൈദരാബാദി ഡെസേർട്ട്. ഷാഹി തുക്ഡ എന്നാണ് അതിന്റെ പേര്. പേര് പോലെയൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഡെസേർട്ട് ആണ്. ബ്രെഡും പാലും മാത്രം പഞ്ചസാരയും ഉണ്ടെങ്കിൽ പോലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ആണ്. പിന്നെ നമുക്ക് നട്ട്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡെസേർട്ട്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 കപ്പ് പാലാണ്. നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് നന്നായിട്ട് കുറുകി വരേണ്ടതായിട്ടുണ്ട്. ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആവശ്യമാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇതൊരു 2-3 പീസ് ഏലക്കായയാണ്. അതൊന്ന് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഏലക്കയും കൂടെ ചേർക്കുന്നത്. നമുക്ക് ഈ പാലിൻ്റെ മിക്സ് ചെറുതായിട്ടൊന്ന് കുറുകി രീതിയിലാണ് എടുക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നാലേ ആ മിക്സിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടെ നമുക്ക് ചേർക്കാം. ഇത് കുറച്ച് പിസ്തയാണ്, ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തതാണ്. നമുക്കതും കൂടെ ചേർക്കാം. നട്ട്സൊക്കെ നമുക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം. കപ്പലണ്ടിയോ ഹേസൽനട്ടോ ബദാമോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇത് കുറച്ച് കുങ്കുമപ്പൂവാണ്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ ആ സാഫ്രൻ പൗഡറും നട്ട്സും എല്ലാം ഇട്ടതിന് ശേഷം ഇവിടെ ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ഒരു രീതിയിൽ ഒക്കെ തിക്കായി വന്നാലേ ആ പാലിൻ്റെ മിക്സിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ പാലിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഡെസേർട്ട് റെഡിയാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവറോ കോൺ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് സ്ലൈസസ് എല്ലാം ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരു ബ്രൗൺ കളർ ആയാൽ മതി. നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ചെറിയ ചൂടോടുകൂടി സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ബ്രെഡ് സ്ലൈസസ് എല്ലാം വെച്ച് കൊടുക്കാം. നമുക്കിനി ബാക്കിയുള്ള മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ഐറ്റംസ് ഒക്കെ വെച്ച് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്